CPIM വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കൊട്ടാരക്കരയിലെ മുൻ MLA പി ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക്. കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പ്രസംഗിക്കും. നാളത്തെ കാര്യം പറയാൻ കഴിയില്ല എന്നാണ് ഐഷ പോറ്റി 24 പറഞ്ഞത്. CPIMനൊപ്പം ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നായിരുന്നു അവരുടെ മറുപടി. ഒരു പുനർചിന്തനം എപ്പോഴെങ്കിലും നടത്തുന്നു, മാറിപ്പോകാം, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള മനുഷ്യനല്ലേ, മനുഷ്യന്റെ കാര്യങ്ങളെ ഇന്നത്തെ ഞാനാണോ നാളെ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. കൊല്ലത്ത് നിന്ന് അരുൺരാജ് തത്സമയം ചേരുന്നു. അരുൺരാജ്, യഥാർത്ഥത്തിൽ പി ഐഷ പോറ്റി കുറച്ചധികം കാലമായി MLA ആയിരുന്നു, അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരു വലിയ നേതാവായിരുന്നു കൊട്ടാരക്കരയിൽ. ഇപ്പോൾ അവർക്ക് ഒരു മാറി ചിന്തിക്കുന്ന മാനസികാവസ്ഥയുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കൊട്ടാരക്കരയുടെ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയ പേരാണ് ഐഷ പോറ്റി എന്ന്. UDFന്റെ കയ്യിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് CPMനൊപ്പം ചേർത്ത് വലിയ ഭൂരിപക്ഷത്തിൽ തുടർച്ചയായി വിജയിച്ച 3 വട്ടം കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ഐഷ പോറ്റി. ഐഷ പോറ്റിയെ മാറ്റിയ ശേഷമാണ് KN ബാലഗോപാലിനെ അവിടെ പരീക്ഷിക്കാൻ CPM തയ്യാറാവുകയും ആ പരീക്ഷണം ഒടുവിൽ വിജയിക്കുകയും അടക്കുകയും ചെയ്തു. പക്ഷേ ഈ ഐഷ പോറ്റിക്ക് കിട്ടിയ ജനപ്രീതി അത്ര കണ്ട് KN ബാലഗോപാലിന് ലഭിച്ചില്ല എന്നതാണ് CPM തന്നെ വിലയിരുത്തുന്നത്. ഇതിനിടയിലാണ് ഐഷ പോറ്റി ഈ പാർട്ടി തന്നെ വിട്ട് മറ്റൊരു കൂടാരത്തിലേക്ക് ചേക്കേറുന്നുവെന്ന ചർച്ചകളടക്കം വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. CPMുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും ഐഷ പോറ്റി പതുക്കെ ഉപേക്ഷിക്കുകയായിരുന്നു. ആദ്യം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോയി, പിന്നീട് ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിലുള്ള സംഘടനയായ അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന ട്രഷറർ പദം ഉപേക്ഷിക്കാൻ ഇപ്പോൾ ഐഷ പോറ്റി ഒരുങ്ങുന്നു. നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഒരു ഭാരഭാഗിത്വവും തനിക്ക് വേണ്ട, അതുമായി ബന്ധപ്പെട്ട കാര്യം താൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധിപ്പെട്ട് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാൻ ഈ നാളെ ഈ കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഐഷ പോറ്റി പോകുന്നത്. പക്ഷേ ഇതിനോടൊക്കെ ചോദിക്കുമ്പോഴും ഐഷ പോറ്റി പറയുന്നത് ഇന്ന് താൻ ഒരു കാര്യത്തിലും തീരുമാനമെടുത്തിട്ടില്ല, പക്ഷേ മനുഷ്യനല്ലേ, നാളെ എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ആ വാചകങ്ങളിൽ ചില അപൂർണതകളുണ്ട്, ചില അവ്യക്തതകളുണ്ട്. ഒരുപക്ഷെ നാളെ താൻ മാറ്റി ചിന്തിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഐഷ പോറ്റി ഇക്കട്ടത്തിൽ നൽകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി CPMനൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ചോദിച്ചു. ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ മറുപടി CPMനൊപ്പമല്ല, ജനങ്ങൾക്കൊപ്പമായിരിക്കും താൻ ഉണ്ടാകുക. അക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മറുപടിയാണ് ഐഷ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഐഷ പോറ്റി എന്ത് ചിന്തിക്കുന്നു, ഐഷ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളത് CPM കേന്ദ്രങ്ങളും ഇപ്പോൾ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അതേസമയം കോൺഗ്രസും BJPയും ഐഷ പോറ്റിയെ സമീപിച്ചിട്ടുണ്ട്. തങ്ങൾക്കൊപ്പം നിൽക്കണം, കൊട്ടാരക്കരയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടെ മത്സരിക്കാൻ ഐഷ പോറ്റിക്ക് സർവ്വവിധ പിന്തുണയും കോൺഗ്രസും BJPയും ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്.